അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ചവരെ തിരിച്ചറിയാനുള്ള DNA പരിശോധനാ നടപടികൾ നാളെയോടെ പൂർത്തിയായേക്കും. ഇതുവരെ 162 പേരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു. 120 പേരുടെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. പത്തനംതിട്ട സ്വദേശി രഞ്ജിതയുടെ ഉൾപ്പെടെയുള്ള മൃതദേഹങ്ങൾ ഇനിയും തിരിച്ചറിയാനുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ഇപ്പോൾ അഹമ്മദാബാദിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീനാഥ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ 177 പേരുടെ മൃതദേഹങ്ങളാണ് ഇതുവരെ DNA പരിശോധനയിലൂടെ തിരിച്ചറിയാൻ കഴിഞ്ഞത്. 130ഓളം പേരുടെ മൃതദേഹങ്ങളെങ്കിലും ബന്ധുക്കൾക്ക് ഇപ്പോൾ തിരിച്ചറിഞ്ഞ ശേഷം വിട്ടുകൊടുത്തിട്ടുണ്ട്. ഈ അപകടത്തിൽ ഏതാണ്ട് 274 പേർ മരിച്ചു എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന ഔദ്യോഗികമായ ഒരു കണക്ക്. അങ്ങനെയെങ്കിൽ ഇനിയും 100ഓളം പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുണ്ട്. അത് നാളെ വൈകിട്ടാകുമ്പോഴേക്കും ആ കാര്യത്തിൽ പരമാവധി തീരുമാനമാകും എന്നതാണ് ഇപ്പോൾ ആശുപത്രി സൂപ്രണ്ട് പറയുന്നത്. പക്ഷേ പല മൃതദേഹങ്ങളും DNA പരിശോധനയിലും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നതാണ്. സാമ്പിളുകൾ ശേഖരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന കാര്യങ്ങളും ആശുപത്രിയിലെ അധികൃതർ പറയുന്നുണ്ട്. ഏതാണ്ട് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബാണ്. 20ഓളം വിദഗ്ധരാണ് ഈ DNA പരിശോധനയ്ക്ക് മറ്റുമായി ഉള്ളത്. രഞ്ജിതയുടെ മൃതദേഹത്തിൻ്റെ കാര്യത്തിലും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. DNA പരിശോധനാ ഫലം ഇതുവരെ കിട്ടിയിട്ടില്ല. സഹോദരൻ രതീഷ് ഇപ്പോൾ അഹമ്മദാബാദിൽ തന്നെ ഉണ്ട്. അദ്ദേഹം ഈ അപകടം ഉണ്ടായതിന് പിന്നാലെയാണ് അഹമ്മദാബാദിലേക്ക് വരികയും സാമ്പിൾ കൈമാറുകയും ചെയ്തത്. ബ്രിട്ടീഷ് പൗരന്മാരുടെ കാര്യത്തിൽ അവരുടെ ബന്ധുക്കൾ ഇതിനോടകം ഇവിടെ എത്തിയിട്ടുണ്ട്, അഹമ്മദാബാദിൽ എത്തിയിട്ടുണ്ട്. സാമ്പിളുകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഈ യാത്ര ചെയ്യുന്നതിനിടെ മരിച്ച ആളുകളുടെ ബന്ധുക്കൾ കൂടി എത്തി സാമ്പിളുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫലം വരാൻ ഇനിയും കുറച്ച് വൈകും. സാധാരണ 48 മണിക്കൂർ മുതൽ 72 മണിക്കൂർ വരെയാണ് ഈ സാമ്പിളുകൾ പരിശോധിച്ച് ഫലം വരാൻ എടുക്കുക. അതുകൊണ്ട് വിദേശ പൗരന്മാരുടെ കാര്യത്തിൽ കുറച്ചുകൂടി സമയമെടുക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും എയർ ഇന്ത്യ ഇന്നിപ്പോൾ ഏതെങ്കിലും വിമാന സർവീസ് റദ്ദാക്കിയതായുള്ള വിവരമില്ല. ഈ അപകടം ഉണ്ടായതിനു ശേഷം ഏതാണ്ട് 60-ലേറെ 87 വിമാന സർവീസുകൾ റദ്ദാക്കി എന്നതാണ് പറയുന്നത്. അതിൽ 60-ലേറെ വിമാനങ്ങൾ ബോയിങ്ങിൻ്റെ ഈ അപകടത്തിൽപ്പെട്ട 787 ഡ്രീം ലൈനർ ആണ് എന്നുള്ള വിവരം കൂടിയുണ്ട്. സാങ്കേതിക പരിശോധനകൾ നടത്തിയതിന് പിന്നാലെ വിമാന സർവീസ് റദ്ദാക്കി എന്നതാണ്. അതിന് പല കാരണങ്ങൾ എയർ ഇന്ത്യ പറയുന്നുണ്ട്. ഏതായാലും 12-ാം തീയതിക്ക് ശേഷം ഇന്നലെ വൈകിട്ട് 6 മണി വരെയുള്ള കണക്കിലാണ് ഏതാണ്ട് 80ഓളം സർവീസുകൾ എയർ ഇന്ത്യ റദ്ദാക്കിയെന്നത്. ഏതായാലും ഇന്ന് രാവിലെ ഏതെങ്കിലും വിമാന സർവീസ് റദ്ദാക്കിയതായുള്ള വിവരം എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഉന്മേഷ്. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് അഹമ്മദാബാദിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.